ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ചെമ്മീൻ മുളകിട്ടതാണ് റെഡിയാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. അതൊരു 6 എണ്ണം ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂണാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ റോസ് സ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഇവിടെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ റോസ് സ്മെല്ലൊന്ന് മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ബോയിലായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിഴിഞ്ഞെടുത്തതാണ്. ആ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 kg ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമുക്ക് മൂടി വയ്ക്കുന്നതിന് മുൻപ് 2 തണ്ട് വേപ്പില കൂടെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ചെമ്മീൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് കറിയിൽ പിടിച്ചു വരാനാണ്. ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സ്വല്പം നേരം കൂടെ ഇതിങ്ങനെ ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
കറിയും പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. മീൻകറി താളിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 6 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. 2 തണ്ട് വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയെല്ലാം സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്